മറ്റേ കേരള പഴനി ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഭാഗത്താണ് കാണുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് ടെമ്പിള്. നമുക്ക് അതിന്റെ പരിസരമൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ. നമ്മളിപ്പോ കേരള പഴനി പറഞ്ഞ ക്ഷേത്രത്തിന്റെ പരിസരത്താണ്. അപ്പൊ ഇവിടെയുള്ള കുട്ടികളുടെ അടുത്ത് എന്തൊക്കെയാ അവരുടെ അനുഭവങ്ങള്, എന്തൊക്കെയാ ക്ഷേത്രത്തിനെ കുറിച്ച്, ഇവിടെ എന്തൊക്കെയാ പ്രോഗ്രാം എന്ന് അവരുടെ തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പറഞ്ഞോ. എന്താണ് ഇവിടെ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ്? എത്ര മണിക്കാണ് ഇത് തുടങ്ങാറ്? എന്നാ പല പല ഈ സമാജം പറഞ്ഞിട്ട് വരുന്നതാണ്. അങ്ങനെ എത്ര സമാജം ഉണ്ടാവും? ഒരു 5-6 ഉണ്ടാവില്ല. വൈകിട്ട് എന്തായിരിക്കും പ്രോഗ്രാം മൊത്തം? നിങ്ങൾ കാവടി ഒന്നും എടുക്കുന്നില്ല? ഉണ്ട്. അപ്പൊ ഈ വർഷം ഗംഭീരമാണ്. കേരള പഴനിയാണപ്പോ ഗോപുരൊക്കെ പണി തീർത്തു. അതല്ല, ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമാണ്. അതിന്റെ ആൾക്കാരും അപ്പൊ ഗംഭീരമാണ്. ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാ? ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ഒന്ന് പേര് പറയല്ലേ? ആ, ഇവിടുത്തെ പുലിക്കുട്ടികളാണ് കേട്ടോ. അവർക്ക് എന്ത് സന്തോഷവും എന്ത് എനർജറ്റിക് ആണെന്ന് നോക്കിയേ. പുത്തൂര് കേരള പഴനിയിലെ ഭാഗത്തെ പുലിക്കുട്ടികളാണ്. വളരെ ആക്റ്റീവാണ് കേട്ടോ പിള്ളേര്. എല്ലാ പ്രാവശ്യം കഴിഞ്ഞ 4 കൊല്ലമായിട്ട് വരാറുണ്ട്. ഗംഭീര പരിപാടിയാണ്. കുറെ കാവടികളും സെറ്റുകളൊക്കെ നമ്മൾ വരാറുണ്ട്. ഈ പ്രാവശ്യം അതേപോലത്തെ ബൊമ്മകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇറങ്ങി. തിരക്ക് കൂടുതലാണല്ലേ? ആ, തിരക്ക് ഇഷ്ടം പോലെ ഉണ്ട്. തിരക്ക് എല്ലാ പ്രാവശ്യം വരുന്നോണം തന്നെ ഈ പ്രാവശ്യം. സുവോളജിക്കൽ പാർക്ക് നമ്മുടെ ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് കാണാൻ പറ്റും. സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ ആവുന്ന ദിവസം കൂടിയാണെന്ന്. അതിൻ്റെതായ തിരക്ക് കൂടെ വർധനവുണ്ട്. കുറച്ച് വൈകുന്നേരങ്ങളാണ് കൂടുതൽ പരിപാടി. ഒരു 12 മണി തൊട്ട് 3 മണി 2 മണി വരെ ടൈമിൽ നല്ല രീതിക്ക് ഇവിടെ പരിപാടികൾ വരുന്നതാണ്. അടിപൊളി പരിപാടികളാണ്. വരാണെങ്കിൽ നമ്മുടെ ഗണപതി കോവിലിന്റെ മുന്നിലാണ് പരിപാടികളൊക്കെയും നടക്കുന്നത്. അവിടെയാണ് പരിപാടികൾ കൂടുതലായിട്ട് സെറ്റ് ആവുന്നത്. വൈകുന്നേരം അവിടെ ആയിരിക്കും പരിപാടികൾ മെയിൻ ആയിട്ട് ഉണ്ടാവുക. പിന്നെ അത് മുകളിലേക്ക് കയറും. അടിപൊളി പരിപാടികളാണ്. എല്ലാ പ്രാവശ്യം വരാറുള്ളതാണ്. പിന്നെ എല്ലാവരും വരാം. സുവോളജിക്കൽ പാർക്ക് കേരള പഴനി, നമ്മുടെ തമിഴ്നാട്ടില് കേരള പഴനി ഉള്ളതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനായും ഉള്ള കേരളത്തിലെ കേരള പഴനി അല്ലേ? പുത്തൂരിലെ കേരള പഴനി ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെ തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ശരിക്കും അവിടെ പ്രോഗ്രാം എന്ന് പറയുന്നത് മോർണിംഗിലാണ് ഈ കാവടി ഏറ്റിട്ടുള്ള ആ ഒരു പ്രോഗ്രാംസൊക്കെ എല്ലാം. ഞാനവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഈ പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഭക്തിസാന്ദ്രമായിട്ട് ആളുകൾ ഇറങ്ങുന്ന സീനുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാൻഡ് സെറ്റെല്ലാം അടിച്ച് പൊളിച്ചിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഞാനിന്ന് ഒരു യാദൃശ്ചികമായിട്ട് അവിടെ എത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോഴേക്കും ഏകദേശം പകൽ തൈപ്പൂയ ഉത്സവങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു.
ആ, ഓരോ സമാജം വന്ന് ബാൻഡ് സെറ്റൊക്കെ അടിച്ച് പൊളിച്ച് ആ, മറ്റേ അവർ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കേരള പഴനിയുടെ മറ്റേ എന്താ പറയുക ആ മോളിക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ. ശരിക്കും നമ്മൾ പഴനി എന്ന് പറയുന്ന ആ ക്ഷേത്രം ഉണ്ടല്ലോ തമിഴ്നാട്ടിലെ, ഏകദേശം അതേപോലെ തന്നെയാണ്, സെയിം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ കേരള പഴനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിലെ അകത്തെ പുത്തൂർ പറയുന്ന സ്ഥലം. ഇപ്പോൾ പുത്തൂർ കൂടുതൽ ഫേമസ് ആണ് എന്താ, അവിടെ സുവോളജിക്കൽ പാർക്ക് ഇല്ലേ, പിണറായി വിജയൻ സാറ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്ന സുവോളജിക്കൽ പാർക്ക്, അത് ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ഒരു കൂളായൊരു പ്രദേശമാണ്. ഓക്കെ. അപ്പോൾ ജനങ്ങൾ കംപ്ലീറ്റ് രാവിലത്തെ ഈ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് ഇറങ്ങുന്ന ഭക്തിസാന്ദ്രമായിട്ട് ഇറങ്ങുന്ന സീനുകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനത് മെയിനായി എടുക്കാൻ ഇതിൻ്റെ ആ സൈറ്റ് കണ്ടോ നിങ്ങൾ, ആ സ്റ്റെപ്പുകൾ. അതായത് ശരിക്കും നമ്മളെ പഴനിക്ക് കയറുന്ന അതേപോലെ ഉണ്ടാവും. ഇതിൻ്റെ തൊട്ട് പുറകിലാണ് ഈ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ശരിക്കും താഴേക്ക് നോക്കിയാൽ തന്നെ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങൾ കാണാൻ കഴിയും. ഓക്കെ. അത്രയും മുകളിലാണ്. നമ്മൾ പഴനിയിൽ പോയി കഴിഞ്ഞാൽ മെയിൻ സൈറ്റ് എന്താണ്, പഴനിയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളും കാണാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് ഏകദേശം തൃശ്ശൂർ ടൗണ് അടുത്തുള്ള ചുറ്റളവുള്ള ഒരു 10-15 കിലോമീറ്റർ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇതായിട്ട് കാണാം. ഇപ്പം ഞാൻ പകലെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ കേട്ടാ. രാത്രി ശരിക്കും നമ്മൾ പഴനിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, നല്ല ചെറിയ ചെറിയ പ്രകാശങ്ങളും എല്ലാമായിട്ട് കാണാൻ കഴിയില്ലേ. അതുപോലെ തന്നെയാണ് ഇത്. താഴത്തു നിന്ന് സ്റ്റെപ്പുകൾ ശരിക്കും ഒരുപാട് കയറാനുണ്ട് കേട്ടോ. ഒരുപാട് കയറാനുണ്ട് ശരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മറ്റേ മുരുകനാണ് പ്രതിഷ്ഠ. തൈപ്പൂയ ഉത്സവങ്ങൾ, അതുപോലെ തന്നെ തലമുടി മുണ്ടനം ചെയ്യുന്ന ഇത്, ഡെയിലി സദ്യ, ഡെയിലി അന്നദാനം എല്ലാം ഉണ്ട്. ശരിക്കും എന്താ പറയുക, പഴനിയിൽ എന്തെല്ലാം ചടങ്ങുകളുണ്ടോ എല്ലാ ചടങ്ങുകളും ഉണ്ട്. ശരിക്കും ഞാൻ ആദ്യം ഈ ക്ഷേത്രം ഞാൻ ഒരു 2 വർഷം മുമ്പാണ് ഈ ക്ഷേത്രം ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് കാണുന്നത്. ശരിക്കും സത്യം പറഞ്ഞാൽ ഇത്രയും അടുത്തുള്ളൊരു ഇതുപോലൊരു ക്ഷേത്രം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ അവങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സ്ഥലത്ത് ഇതുപോലെ കേരള പഴനി പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ശരിക്കും പഴനി പോലെ തന്നെയാണ് എല്ലാ ചടങ്ങുകളും. അതുപോലെ തന്നെ ക്ഷേത്രം കാണാനും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചത് അത് വെറുതെ പറയായിരിക്കുന്നതാണ്. പിന്നെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ യാദൃശ്ചികമായിട്ട് ഈ ക്ഷേത്രത്തിലോട്ട് കയറിയത്. അപ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിൽ കണക്കാക്കുന്നതിനേക്കാൾ ഏറ്റവും ഒരുപിടി മുന്നിലാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ. അതായത് സൈറ്റ് ലൊക്കേഷൻ ഞാൻ കറക്റ്റായി പറയാം. ഈ തൃശ്ശൂരിൽ നിന്ന് പുത്തൂരിലെ അറിയപ്പെടുന്ന കേരള പഴനി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ആളുകൾ ഭക്തി സാന്ദ്രമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോർണിംഗിൽ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല. എല്ലാം വളരെ എന്താ പറയുക ഭംഗിയായി നടന്നു. പകലിലെ ബാൻഡ് സെറ്റും അതുപോലെ തന്നെ മറ്റും വളരെ ഗംഭീരമായി. ചേട്ടന്മാർ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അടിപൊളി ചേട്ടന്മാരാണ് ഇവിടുത്തെ പുത്തൂരിലെ കേരള പഴനിയിലെ ചേട്ടന്മാരാണ്. അവർ അടിച്ചു പൊളിച്ച് ഇതേക്കുറിച്ചെല്ലാം പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ എന്താ സംഭവിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് മറ്റേ അമ്പലത്തിൽ നിന്നുള്ള ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതെന്തായാലും നല്ല ഫേമസ് ആയ ഒരു മൂവിയിലെ ഒരു മ്യൂസിക്കാണ്. മീൻസ് ഒരു ഭക്തി മ്യൂസിക്കാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊരു കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്ത് അവരുടെ വോയിസ് കൊടുക്കാതിരുന്നത്. ഓക്കെ. അവർ സംസാരിക്കുന്ന സമയത്ത് പുറകിൽ ആ അമ്പലത്തിൽ നിന്നുള്ള ആ റെക്കോർഡ് വളരെ ഉച്ചത്തിൽ
ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ആ സോങ് വളരെ ഫേമസ് ആയൊരു സോങ്ങാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതെന്തായാലും കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ ചിലപ്പോൾ മ്യൂട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ മ്യൂട്ട് ചെയ്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ കേരള പഴനി ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു ക്ഷേത്രങ്ങൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അധികം പേര് അറിയപ്പെടാത്തൊരു ക്ഷേത്രമാണ്. നമ്മുടെ പരിസരത്തൊക്കെ ഇത്രയും നല്ല അറിയപ്പെടാത്ത ഒരുപാട് ക്ഷേത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ അധികം പേരും അതിൻ്റെ ശരിക്കും ആ ഒരു എന്താ പറയുക അർഹിക്കുന്നൊരു പ്രാധാന്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം തന്നെ ഉണ്ടോയെന്ന് അവിടുത്തെ ആളുകൾക്ക് പോലും അറിയില്ല. ഓക്കെ, അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കേരള പഴനി ഈ പുത്തൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതിലെ സ്പേസാണ് കേട്ടോ. അതായത് ഏക്കർ കണക്കിനാണ് ഭൂമിയാണ്. അതായത് മുകൾ ഭാഗത്താണെങ്കിലും താഴെയാണെങ്കിലും നല്ല എന്താ പറയുക നമുക്ക് റെസ്റ്റ് ചെയ്യാനും എല്ലാം വളരെ സൗകര്യപ്രദമായ ഒരു ക്ഷേത്രമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ കേരള പഴനി ക്ഷേത്രം ഒരിക്കലും മിസ് ചെയ്യരുതേ. അതുപോലെ തന്നെ അടുത്ത സുവോളജിക്കൽ പാർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രാവലിംഗ് ജേണി ഭക്തി എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു ട്രാവലിംഗ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിപൊളി ചേട്ടന്മാരിൻ്റെ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.